സങ്കീർത്തനം 34 അധ്യായം അതിൻ്റെ 18 വാക്യം. തകർന്ന ഹൃദയത്തോട് ദൈവം അടുത്തിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ തകർന്ന അവസ്ഥകളുണ്ടാകാം. ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാം. നമ്മളെ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകാം. കണ്ണുനീരോടെ കടന്നു പോകുന്ന ദിവസങ്ങളുണ്ടാകാം. ആളുകളുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം. പരിസ്ഥിതികൾ നമ്മളെ തകർക്കുന്ന സമയങ്ങളുണ്ടാകാം. രാത്രി കഴിഞ്ഞു പോകുന്നു. തലയാണകൾ കണ്ണുനീരോടെ നനയുന്നു. എന്നാൽ ഒരു സത്യം ഓർക്കുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ തകർന്ന ഹൃദയത്തോട് ദൈവം അടുത്തിരിക്കുന്നു. നീ ചൊരിയുന്ന ഓരോ കണ്ണുനീരും ദൈവം കാണുന്നുണ്ട്. നീ സഹിച്ച ഓരോ വേദനകളും ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് നിന്റെ വേദന സന്തോഷമായി മാറും. ദൈവം ഒരിക്കലും വൈകില്ല. അവൻ അവൻ്റെ സമയത്തെല്ലാം ഭംഗിയായി നടത്തിത്തരും. എൻ്റെ ജീവിതം നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും ഒരു അപമാനവും എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിയിട്ടില്ല. എത്രയൊക്കെയോ കഷ്ടങ്ങൾ വരുമ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അപമാനങ്ങൾ സഹിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ തുടങ്ങി. നമ്മളുടെ വിശ്വാസം മനുഷ്യരിലല്ല, ദൈവത്തിൽ ആയിരിക്കണം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു കാര്യം ഓർക്കുക, നാം എല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ലോകം വിട്ടു പോകുന്നതും. എത്ര സ്നേഹിച്ചാലും ജീവിതകാലം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദാനം നമുക്ക് നൽകിയാലും ആർക്കും നമ്മളെ കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. എല്ലാ ബന്ധങ്ങളും ഇവിടെ ഈ ലോകത്തിൽ കഴിയും, അത് അവസാനിക്കും. എല്ലാ സമ്പത്തും ഇവിടെ തന്നെ നമ്മൾ വിട്ടുപോകും. എന്നാൽ ഒരാൾ മാത്രം ഇവിടെയും സ്വർഗത്തിലും നമ്മോട് കൂടെ വിട്ടുപോകാതെ ഇരിക്കുന്ന ആൾ യേശു കർത്താവ് മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടുപോകില്ല. അതുകൊണ്ട് നിന്റെ കണ്ണുകൾ ഉയർത്തൂ, യേശുവിൽ വിശ്വസിക്കൂ, അവനെ പിടിച്ചു നിൽക്കൂ. ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ കഥ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുകയാണോ? സമാധാനമില്ലാതെ കടന്നു പോകുകയാണോ ജീവിതത്തിൽ? ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ ജീവിതത്തിലുണ്ടോ? ഭയപ്പെടല്ലേ, യേശു കർത്താവ് കൂടെയുണ്ട്. അവനിൽ വിശ്വസിക്കൂ, അവനിൽ ആശ്രയിക്കൂ. അവൻ ഏറ്റവും നല്ല സ്നേഹിതനാണ്, നല്ല സ്നേഹിതൻ. ഈ വാക്കുകൾ നിങ്ങളെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ.